ഹലോ നമസ്കാരം, ഞാൻ ജിതിൻ. നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ പാർട്ട് 1 ആയിട്ട് ഹോം ലോൺ ഏതെല്ലാം ടൈപ്പാണെന്ന് തരങ്ങളുണ്ടെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഈ വീഡിയോയിൽ നമ്മൾ ഏതെല്ലാം തരം വരുമാനക്കാർക്കാണ് ഹോം ലോൺ ലഭിക്കുക എന്ന് നോക്കാം. ആദ്യത്തേത് അക്കൗണ്ട് സാലറി വാങ്ങുന്ന കസ്റ്റമേഴ്സ്. അക്കൗണ്ട് വഴി സാലറി ക്രെഡിറ്റ് ആവുന്ന കസ്റ്റമേഴ്സ് ആണെങ്കിൽ അവർക്ക് കൂടുതൽ ലോൺ എടുക്കാൻ അഭികാമ്യം നാഷണലൈസ്ഡ് ബാങ്കുകൾ തന്നെയാണ്. നാഷണലൈസ്ഡ് ബാങ്കിൽ നിന്ന് ലോൺ ലഭിക്കാൻ ചാൻസ് കൂടുതലാണ്. അതേപോലെ രണ്ടാമതായിട്ട് വരുന്നത് ITR ഫയൽ ചെയ്യുന്ന ബിസിനസ്സുകാർ. ITR ഫയൽ ചെയ്യുന്ന ബിസിനസ്സുകാരാണെങ്കിൽ അവർക്കും നാഷണലൈസ്ഡ് ബാങ്കിൽ നിന്ന് കുറഞ്ഞ ഇൻട്രസ്റ്റ് റേറ്റിന് ലോൺ ലഭിക്കാൻ സാധ്യത കൂടുതലാണ്. മൂന്നാമതായിട്ട് ക്യാഷ് സാലറി, ബൈ ഹാൻഡ് സാലറി വാങ്ങുന്ന ആളുകൾ, കയ്യിൽ ശമ്പളം വാങ്ങുന്ന ആളുകൾക്ക് ഉണ്ടായിരിക്കും. അവർക്ക് നാഷണലൈസ്ഡ് ബാങ്കിൽ നിന്ന് ലോൺ ലഭിക്കാൻ സാധ്യത കുറവാണ്. അവർക്ക് ഒന്നെങ്കിൽ ഷെഡ്യൂൾഡ് ബാങ്കോ പ്രൈവറ്റ് ബാങ്കോ അല്ലെങ്കിൽ NBFCകളോ സമീപിക്കുന്നതായിരിക്കും നല്ലത്. മൂന്നാമതായിട്ട് സെൽഫ് എംപ്ലോയിഡ് ഇതിലേക്ക് വരുമ്പോൾ അവർക്ക് നാഷണലൈസ്ഡ് ബാങ്കിൽ നിന്നും സെൽഫ് എംപ്ലോയിഡും ലോൺ ലഭിക്കാൻ ചാൻസ് കുറവാണ്. ലോൺ ലഭിക്കും, അതായത് ITR ഫയൽ ചെയ്യുന്ന സെൽഫ് എംപ്ലോയിഡ് ആണെങ്കിൽ ലോൺ ലഭിക്കും. അല്ലെങ്കിൽ അവർക്ക് പ്രൈവറ്റ് ബാങ്കോ അല്ലെങ്കിൽ NBFCകളോ സമീപിക്കുന്നതായിരിക്കും ഏറ്റവും നല്ലത്. അതേപോലെ ഡെയിലി വേജിന് പോകുന്ന ആളുകൾ, ദിവസേന ജോലി ചെയ്യുന്ന ആളുകൾക്ക്, ദിവസക്കൂലിക്ക് ജോലി ചെയ്യുന്ന ആളുകൾക്കും ലോൺ പ്രൊവൈഡ് ചെയ്യുന്ന പ്രൈവറ്റ് ബാങ്കുകളും NBFCകളും ഉണ്ട്. അവർക്ക് അവരുടെ ഇൻകത്തിന്റെ വെരിഫിക്കേഷന്റെ അടിസ്ഥാനത്തിലാണ് അവർക്ക് ലോൺ ലഭിക്കുക. താങ്ക് യു.